ഇലക്ഷൻ അടുത്ത് വരികയാണ്. ഒരാഴ്ച ഇല്ല, 2-3 ദിവസമേ ഉള്ളൂ. 9-നും 11-നും ഒക്കെ ഇലക്ഷൻ. പോന്നിയും വരുന്ന ബൈക്ക് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ കാണാം. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാവർക്കും വേണ്ടുന്നത് സ്ഥാനങ്ങളാണെന്ന് മനസ്സിലായി. കാരണം മത്സരിക്കുക, എങ്ങനെയാണ് മത്സരം? ചെറിയ 2000-3000 വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ അതിനെക്കാട്ടി കൂടുതൽ സ്ഥാനാർത്ഥികളാണ് തോന്നുന്നു മത്സരിക്കുന്നത്. പല പേരിലുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഈ മത്സരിക്കുന്നതിൽ മിക്കവർക്കും ഞാൻ തോക്കുന്നറിയാം, മത്സരിച്ചിട്ട് കാര്യം ഇല്ലയെന്ന് അറിയാം. പക്ഷെ അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടി ഇവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുക, അവരെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഈ ഇലക്ഷൻ എന്ന് മനസ്സിലാവുന്നു. രാഷ്ട്രീയം നല്ലത് തന്നെയാണ്, പക്ഷെ അത് അതിൻ്റെ രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നല്ലത്. ഒരു വിഭാഗത്തിലുള്ളവർ തന്നെ പോരടിച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാറി മാറി ഇങ്ങനെ മത്സരിക്കുമ്പോൾ ആർക്കും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് ഓരോരുത്തരും പോകുന്നത്. നാട്ടിൽ ഒരു പരിചയം ബന്ധം നേരിട്ട് കണ്ടാൽ ഒരു മുഖത്തോട് മുഖം ചിരിക്കാത്ത ആൾക്കാർ സ്ഥാനാർത്ഥി അടക്കം വീട്ടിൽ വന്നിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യാചിക്കും, അഭ്യർത്ഥിക്കും, എല്ലാം ചെയ്യും. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുള്ള തിരഞ്ഞെടുപ്പാകട്ടെ, MLA സ്ഥാനത്തോ MP സ്ഥാനത്തോ ഉള്ള ഒരു തിരഞ്ഞെടുപ്പാകട്ടെ, തിരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ എല്ലാവരും നേരിട്ട് വോട്ട് മേടിക്കും, അവർ വിജയിക്കും. പക്ഷെ വിജയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിലേക്കുള്ള ഒരു ആവശ്യങ്ങൾക്കല്ല, നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന പരിസരത്തുള്ള ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ ആ പരിസരത്ത് വരാൻ വേണ്ടിയിട്ട് ഇവർ വിസമ്മതിക്കുമെന്ന് മാത്രമല്ല, ഒരുപാട് തവണ ഇവർ പിന്നാലെ നടന്ന് തളരേണ്ട ഒരു അവസ്ഥയും വരും. ഇതാണ് നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയപരമായ മത്സരത്തിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഇത് ശരിക്കും രാഷ്ട്രീയം, ഏത് പാർട്ടി ആയാലും രാഷ്ട്രീയം നോക്കാതെ, എൻ്റെ ഒരു അഭിപ്രായം, ഇതിൽ രാഷ്ട്രീയം നോക്കരുത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം നോക്കരുത്. നമ്മുടെ നാടിന്, നമ്മുടെ നാട്ടുകാർക്ക് പരിചയമുള്ളതും നമുക്കെന്നും അവരെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ശരിക്ക് അവരെയാണ് നമ്മൾ വിജയിപ്പിക്കാൻ വേണ്ടി നോക്കേണ്ടത്. അവിടെ രാഷ്ട്രീയം നോക്കരുത്. ഇതൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞല്ല, ഏത് പാർട്ടീൻ്റെ ആളായാലും നമ്മുടെ നാടിനും നാട്ടുകാർക്കും ആൾക്കാർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ ജയിപ്പിക്കണം. അത് നമ്മുടെ അവകാശമാണ്. കാരണം അവർ ജയിച്ചു വന്നിട്ട് അങ്ങനെ ഒരു വ്യക്തിനെ, നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തിനെ, നമുക്കറിയാവുന്ന വ്യക്തിനെ, എല്ലാവരോടും അതിൻ്റേതായ സൗമ്യമായി എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന ഒരു വ്യക്തിനെ നമ്മൾ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ സ്വഭാവവും നമുക്ക് പിന്നീട് മനസ്സിലാവും ഏത് അവസ്ഥയിലൊക്കെ പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ അവരെ നേരിട്ട് പോയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാനും പിടിക്കാനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടാവുമല്ലോ. അതല്ല എവിടുന്നോ വന്ന ആൾക്കാരെ, എവിടുന്നോ വന്ന് നമ്മളായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരോട് മത്സരിക്കുന്നതിനായിട്ട് നല്ലത് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ അവകാശങ്ങൾ, വോട്ടവകാശം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതല്ലേ നല്ലത്? അതാണ് നല്ലത്. അവിടെ രാഷ്ട്രീയം എന്തു തന്നെ ആയിക്കോട്ടെ, നമുക്ക് ഉപകാരപ്പെടുന്ന, നമുക്ക് വേണ്ടുന്ന ആരാണോ അവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് നമുക്കും നമ്മുടെ നാടിനും നല്ലത് എന്ന് മനസ്സിലാക്കുക.